നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. കേരള ജുഡീഷ്യൽ സർവീസ് പരീക്ഷ വഴി സിവിൽ ജഡ്ജിമാരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. നിയമബിരുദവും അഭിഭാഷകനായി 3 വർഷത്തെ പ്രവൃത്തി പരിചയവുമുള്ളവർക്കാണ് അവസരം. സിവിൽ ജഡ്ജ് ജൂനിയർ ഡിവിഷൻ ആകെ 27 ഒഴിവുകളുണ്ട്. പ്രിലിമിനറി, മെയിൻ പരീക്ഷകൾ, വൈവ എന്നീ ഘട്ടങ്ങളിലൂടെയാണ് തെരഞ്ഞെടുപ്പ്. അപേക്ഷ മെയ് 4-നകം ഫീസോടുകൂടി ഓൺലൈനായി നൽകാം. ഭിന്നശേഷി വിഭാഗം 15, ജനറൽ 9, പട്ടികവർഗം 2, പട്ടികജാതി 1 എന്നിങ്ങനെയാണ് ഒഴിവുകളുടെ ഘടന. പട്ടിക വിഭാഗം ഉദ്യോഗാർത്ഥികൾക്കായുള്ള ഒഴിവുകളിൽ അതത് അപേക്ഷകരുടെ അഭാവത്തിൽ പട്ടികജാതി, പട്ടികവർഗം അപേക്ഷകരെ അന്യോന്യം പരിഗണിക്കും. ജനറൽ വിഭാഗത്തിൽ ഫീഡർ കാറ്റഗറിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ട്രാൻസ്ഫർ വഴിയുള്ള റിക്രൂട്ട്മെന്റിനും അവസരമുണ്ട്. റിക്രൂട്ട്മെന്റ് നമ്പർ, നിയമന രീതി, ഒഴിവുകളുടെ എണ്ണം എന്നിവ ഇങ്ങനെയാണ്. 1/2026 സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ്, നേരിട്ടുള്ള നിയമനം 15 ഒഴിവ്. 2/2026 4/2026 NCA ഒഴിവ്, നേരിട്ടുള്ള നിയമനം. ST SC 3 ഒഴിവ്. NCA ഒഴിവിൽ അപേക്ഷിക്കുന്നവർക്ക് റെഗുലർ ഒഴിവുകളിലേക്കും അപേക്ഷിക്കാം. 5/2026 റെഗുലർ ഒഴിവ്, നേരിട്ടുള്ള നിയമനം അല്ലെങ്കിൽ തസ്തിക മാറ്റം വഴി 9 ഒഴിവുകളുണ്ട്. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള നിയമബിരുദവും അഭിഭാഷകരായി എൻറോൾ ചെയ്ത് 3 വർഷത്തിൽ കുറയാത്ത പ്രാക്ടീസും ഉള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായം 1/1/2026 തീയതി കണക്കാക്കി പരമാവധി 35 വയസ്സ്. പിന്നാക്ക, പട്ടിക, ഭിന്നശേഷി വിഭാഗം അപേക്ഷകർക്ക് ഉയർന്ന പ്രായപരിധിയിൽ യഥാക്രമം 3, 5, 10 എന്നിങ്ങനെ വയസ്സിളവുണ്ട്. വിമുക്ത ഭടന്മാർക്ക് ഉയർന്ന പ്രായം 50 വയസ്സിൽ കവിയാത്ത വിധത്തിൽ നിയമപ്രകാരമുള്ള ആനുകൂല്യം ലഭിക്കും. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് യോഗ്യത ഇങ്ങനെയാണ്. അഭിഭാഷകരായി എൻറോൾ ചെയ്യാൻ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ അംഗീകരിച്ചിരിക്കുന്ന നിയമബിരുദം. അപേക്ഷകർ മാതൃകാ സ്വഭാവവും മികച്ച ആരോഗ്യവും ഉള്ളവരായിരിക്കണം. 3 വർഷത്തെ പ്രാക്ടീസ് നിർബന്ധമാണ്. തസ്തിക മാറ്റം വഴി നിയമനം ആഗ്രഹിക്കുന്നവർ സൈറ്റ് കാണുക. പ്രിലിമിനറി പരീക്ഷ, മെയിൻ പരീക്ഷ, വൈവ എന്നീ ഘട്ടങ്ങളിലൂടെയാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. ഇത് ട്രാൻസ്ഫർ വഴി ഫീഡർ കാറ്റഗറിയിൽ നിന്നുള്ള അപേക്ഷകർക്കും ബാധകമാണ്. ഒരു സ്ക്രീനിംഗ് ടെസ്റ്റ് പോലെയുള്ള പ്രിലിമിനറി പരീക്ഷയ്ക്ക് 2.5 മണിക്കൂറാണ്. 200 മാർക്ക്. മൾട്ടിപ്പിൾ ചോയ്സ് രീതിയിൽ 2 മാർക്ക് വീതമുള്ള 100 ചോദ്യങ്ങൾ 3 പാർട്ടുകളിലായി ഉണ്ടാകും. ആദ്യ 2 പാർട്ടുകളിൽ നിയമവിഷയങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. പാർട്ട് 3-ൽ ഇന്ത്യൻ ഭരണഘടന, നിയമ, പൊതുവിജ്ഞാനം, റീസണിംഗ്, മെന്റൽ എബിലിറ്റി തുടങ്ങിയ വിഷയങ്ങളിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ. പ്രിലിമിനറി പരീക്ഷ ജൂൺ 28-ന് താൽക്കാലികമായി നിശ്ചയിച്ചിട്ടുണ്ട്. മെയിൻ പരീക്ഷ, പ്രിലിമിനറി പരീക്ഷയിൽ നിശ്ചിത യോഗ്യത നേടിയവരെ മാത്രം മെയിൻ പരീക്ഷയ്ക്ക് വിളിക്കും. 3 മണിക്കൂർ വീതമുള്ള 4 പേപ്പറുകളാണ് മെയിൻ പരീക്ഷയിൽ ഉണ്ടായിരിക്കുക. ഓരോന്നിലും 100 മാർക്ക്. പേപ്പർ 1-ൽ ഇംഗ്ലീഷ് ഗ്രാമർ, പൊതുലേഖനങ്ങൾ, ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്കും തിരിച്ചുമുള്ള വിവർത്തനം, സംഗ്രഹിച്ച് എഴുതൽ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. മറ്റു 3 പേപ്പറുകൾക്ക് നിയമമേഖലയിൽ നിന്നും സർക്കാർ നിയമങ്ങളെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. തുടർന്ന് വൈവ പരീക്ഷ നടക്കും. സാധാരണ നിലയിൽ ഒഴിവുകളുടെ എണ്ണത്തിന് അനുസൃതമായി 3 ഇരട്ടി ഉദ്യോഗാർത്ഥികളെയാണ് വൈവയ്ക്ക് ക്ഷണിക്കുന്നത്. ഇതിന് 50 മാർക്ക്. വൈവയിൽ യോഗ്യത നേടാൻ 40% മാർക്ക് ലഭിക്കണം. പട്ടിക, ഭിന്നശേഷി വിഭാഗക്കാർക്ക് 35% മാർക്ക് മതിയാകും. മെയിൻ പരീക്ഷയിലെയും വൈവയുടെയും മാർക്കുകൾ ചേർത്ത് പരിഗണിച്ചാണ് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ശമ്പള സ്കെയിൽ 77,840, 1,36,520 രൂപ. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1 വർഷത്തെ പരിശീലനം നൽകും. കേരള ജുഡീഷ്യൽ അക്കാദമിയുടെ കീഴിലാണ് ഇത് നടക്കുന്നത്. 1 വർഷം പ്രൊബേഷൻ കാലയളവായിരിക്കും. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് ഹൈക്കോടതിയുടെ റിക്രൂട്ട്മെന്റ് പോർട്ടലിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിരിക്കണം. അപേക്ഷാ ഫീസ് 1,250 രൂപ. പട്ടിക, ഭിന്നശേഷി, തൊഴിൽ രഹിത വിഭാഗക്കാർക്ക് ഫീസില്ല. അപേക്ഷാ ഫീസ് മെയ് 7 മുതൽ 15 വരെ ഓഫ്ലൈനായി അടയ്ക്കുവാനും അനുമതിയുണ്ട്. അപേക്ഷാ യോഗ്യത, ഫീഡർ കാറ്റഗറിയിൽ നിന്നും ട്രാൻസ്ഫർ വഴിയുള്ള തെരഞ്ഞെടുപ്പ്, പരീക്ഷാ സിലബസ് തുടങ്ങിയവയുടെ വിശദാംശങ്ങൾ വിജ്ഞാപനത്തിൽ നിന്നും കൃത്യതയോടെ മനസ്സിലാക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് hckrecruitment.keralacourts.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ സംശയ നിവാരണങ്ങൾക്ക് 0484-256-2235 എന്ന നമ്പറിൽ പ്രവൃത്തി ദിനങ്ങളിൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4:30 മണി വരെ ബന്ധപ്പെടാവുന്നതാണ്. അപേക്ഷിക്കേണ്ട പ്രായം 2026 ജനുവരി 1-ന് 35 വയസ്സ് കവിയരുത്. അർഹർക്ക് ഇളവുണ്ട്. ശമ്പളം നേരത്തെ പറഞ്ഞു, 77,840, 1,36,520. വളരെ നല്ല ശമ്പള സ്കെയിലാണ്. അഭിഭാഷകരായി 3 വർഷം കഴിഞ്ഞിട്ടുള്ളവർ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് അപേക്ഷിക്കുക. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ്